എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുള്ള കാര്യമായിരിക്കും റിയാലിറ്റി ഷോയിലൊന്ന് പങ്കെടുക്കുക എന്നുള്ളത് അല്ലേ, TV റിയാലിറ്റി ഷോസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് പോകണം, അതിൻ്റെ ഏത് പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യണം, അതിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പാട്ടുകൾ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള പാട്ടാണ് എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയമാണ്. അപ്പോൾ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ പാരൻസും ചോദിക്കാറുണ്ട് ഏത് പാട്ട് സെലക്ട് ചെയ്യണം, ഇങ്ങനെയൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത്, ഓഡീഷന് പോകുന്ന സമയത്ത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. കുറച്ച് നല്ല നല്ല പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ സെലക്ട് ചെയ്യുക, പാടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത്, നമ്മൾ ആദ്യമായിട്ട് ഓഡീഷന് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് കുറച്ച് പാട്ടുകൾ അവരാവശ്യപ്പെടും. അതായത് കുറച്ച് മെലഡി സോങ്സ്, അതുപോലെ ഫാസ്റ്റ് നമ്പേഴ്സ് പറയും, പിന്നെ സെമി ക്ലാസിക്കൽ അങ്ങനെ പറയും. അങ്ങനെ 3 എണ്ണമാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 3 പാട്ടുകൾ എങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മെലഡി സോങ്സ്, ഒരുപാട് മെലഡീസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മയിൽ ഉള്ള പാട്ടുകൾ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ കുറച്ച് പാട്ടുകൾ ഇവിടെ പറഞ്ഞു തരാം, ഇതും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുന്നത് ഏതാണോ എന്ന് സെലക്ട് ചെയ്യുക. അതായത് എല്ലാ പാട്ടുകളൊന്നും നമുക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റും, ഞാനിത് പാടിയ പെർഫെക്റ്റ് ആവും എന്ന് തോന്നുന്ന പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ പാട്ടുകളുടെയൊക്കെ ആദ്യ വരികൾ ഞാൻ പാടിത്തരാം. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പാട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആ വരികൾ നോക്കൂ. ഒന്നാമത്തെ പാട്ട് ഏതാ നോക്കാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ഒന്നാമത്തെ പാട്ട്. രണ്ടാമത്തെ പാട്ട് മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂറുന്നേ. ഓക്കെ, മൂന്നാമത്തെ പാട്ട് നിലാവേ മായുമോ കിനാവും നോവുമായി. ആ പാട്ട്. പിന്നെ വരുന്നത് ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. നല്ല പാട്ടുകളാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് രാരീരാരിരം രാരോ പാടീരാക്കിളി പാടി. ആ പാട്ട്. പിന്നെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അത് വരുന്നുണ്ട്. അടുത്തത് ഉണരുമീ ഗാനം ഉരുകുമിന്നുള്ളം, ഇത് വരുന്നുണ്ട്. പവിഴം പോൽ പവിഴാധരം പോൽ, അത് തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, അത്. പിന്നെ വരുന്നത് ശ്യാമാംബരം നീളി മണിമുകിലിനുള്ളിൽ തൊടിയുടരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ, അങ്ങനെ. പിന്നെ അടുത്തത് വരുന്നത് അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ആ പാട്ട് വരുന്നുണ്ട്. പിന്നെ ഏതോ വാർമുകിലിൻ കിനാവിളി മുത്തായി നീ വന്നു, ഈ പാട്ട്. പിന്നെ പാതിരാമഴ ഏതോ ഹംസഗീതം പാടി, ഈ ഗാനം. പിന്നെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം, ആ പാട്ട്. പിന്നെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് കിലുകിൽ പമ്പരം തിരിയും മാനസം, ആ പാട്ട്. പിന്നെ വരുന്നത് ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം, ആ പാട്ട്.
എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, അതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ആറ്റിരമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ, ആ പാട്ടുണ്ട്. പിന്നെ തേനും വയമ്പും നാവിൽ തൂവും വാനം വാടി, അതുണ്ട്. ദെൻ നീ എൻ സർഗ സൗന്ദര്യമേ, ആ പാട്ടുണ്ട്. ഹൃദയം ഒരു വീണയാ, ആ പാട്ടുണ്ട്. പിന്നെ രാപ്പാടി കേഴുന്നുവോ, ആ പാട്ട്. പിന്നെ വരുന്നത് താരം വാൽക്കണ്ണാടി നോക്കി, ദെൻ മകളെ പാതിമലരേ നീ, അങ്ങനെ. പിന്നെ ആകാശമാകെ കണിമലർ, അങ്ങനെ ഒരു പാട്ട്. പിന്നെ വരുന്നത് അല്ലീളം ഒരുപാട് പാട്ടുകളുണ്ട്, നല്ല മെലഡീസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ പാട്ടുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരുപാട് പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന നല്ല നല്ല പാട്ടുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഏതാണെന്നുള്ളത് നോക്കാം. അടിപൊളി പാട്ടുകൾ ഏതാണെന്നുള്ളത് നോക്കാം. പുതിയ പടത്തിലെ പാട്ട് തന്നെ പറയാം. അതായത് തുടരുമെന്ന സിനിമയിൽ നമ്മൾ ഫസ്റ്റിലൊരു പാട്ട് കാണാം അല്ലേ, അഴക ഒരുങ്ങി വന്നാൽ മിന്നാട്ടോ, ആ പാട്ട്. അത് നല്ല രസമാണ്. പുതിയ പാട്ടാകുമ്പോൾ അത് പാട്ടാം നമുക്ക്. പിന്നെ പഴയ പാട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട്, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അടുത്തത് ധും 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 ദൂരേ ദൂരാക്കിളിപ്പാട്ടിൽ, അത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റേ, അത് വരുന്നുണ്ട്. പിന്നെ 14 രാവിൻ്റെ പിറ പോലെ വന്നല്ലോ, ആ പാട്ട് വരുന്നുണ്ട്. പിന്നെ ഭാവ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി, ആ പാട്ട് വരുന്നുണ്ട്. പിന്നെ അക്കരെ നിക്കണ ചക്കരമാവിൽ ഒരിത്തിരി മുത്തണി മുന്തിരി മണിയുടെ, ആ പാട്ട് വരുന്നുണ്ട്. കൊതിച്ചെത്തും കാറ്റ്, ആ പാട്ടില്ലേ, അത് വരുന്നുണ്ട്. പിന്നെ കൊലുസു തിന്നി തിന്നി വളകൾ കൊഞ്ചി കൊഞ്ചി, ആ പാട്ട് വരുന്നുണ്ട്. പിന്നെ മഞ്ഞ് പെയ്യണ മണം കുളിരണ മകരമാസ പെണ്ണേ, ആ പാട്ട് വരുന്നുണ്ട്. കദളി കങ്കദളി ചെങ്കദളി പൂവേണോ, അത്. പിന്നെ യോധയിൽ നമ്മളെല്ലാവരും കുറേ പ്രാവശ്യം കേട്ടുള്ള പാട്ടാണ് പടകാളി രണ്ടിച്ചങ്കിരി, ആ പാട്ട്, അത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സുന്ദരിയേ സുന്ദരിയേ, ആ പാട്ട് വരുന്നുണ്ട്. പിന്നെ ചം ചം ചമക്ക് ചം ചം ചം, ആ പാട്ട് വരുന്നുണ്ട്. ഗുജറാത്തിക്കാൽ തല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, ആ പാട്ട് വരുന്നുണ്ട്. കടമിഴിയിൽ കമലദളം, അത്. മായാദേവതിക്ക് മകൻ പിറന്നേ നല്ല മകൻ പിറന്നേ, അത്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം, ആ പാട്ട്. കാക്കൊത്തിക്കാവേലി കാവലിക്കാക്കയ്ക്കും, അങ്ങനെ ഒരു പാട്ട്. മാമഴയിലെ പൂവെയിലിനെ ഞാൻ പാടിയുണർത്തും, അത്. കസ്തൂരി എൻ്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ, അത് വരുന്നുണ്ട്. പിന്നെ കുട്ടനാടൻ കായലിൽ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കറുമ്പി, ആ പാട്ട് വരുന്നുണ്ട്. രാമായണക്കാറ്റേ, ഇത്. പൊൻകസവുഞ്ഞൊറിയും, അങ്ങനെ ഒരു പാട്ട്. ഉദിച്ച ചന്ദ്രൻ്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, അങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട്. അല്ലാരെ ഗോവിന്ദ ആരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം ദാ, ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഓട്ടോയിലുള്ള സുന്ദരി, ആ പാട്ട്. അപ്പോൾ അത്
ഇതൊക്കെ നല്ല നല്ല അടിപൊളി പാട്ടുകളാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അടിപൊളി പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട്. പാട്ടുകൾ ഇനി ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് പാട്ടുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും ആ പാട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഈ പാട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കും. ഒരുപാട് പാട്ടുകളുണ്ട്, കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ സെമി ക്ലാസിക്കൽ പാട്ടുകൾ ഏതാണെന്നുള്ളത് നോക്കാം. ദേവി ആത്മരാഗമേകാൻ ഒന്നാമത്തെ പാട്ട്. പിന്നെ ശ്രീരാഗമോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ്. പിന്നെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ആ പാട്ട്. ദെൻ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകി ആ പാട്ട്. നാദങ്ങളായി നീ വരൂ. അടുത്ത പാട്ട് സായന്തനം ചന്ദ്രികാ ലോലമായി. അടുത്തത് പ്രേമോദാരമായി അണയൂ നാഥ ആ പാട്ട്. പിന്നെ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ ആ പാട്ട്. 7 സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം അത് വരുന്നുണ്ട്. സ്വരകന്യകമാർ വീണമീട്ടുകയായി ആ പാട്ട്. എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ എത്ര നവരാത്രികളിലമ്മേ അത് വരുന്നുണ്ട്. അടുത്തത് അങ്കോപാംഗം ആ പാട്ട് വരുന്നുണ്ട്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അടുത്തത് ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ അത് വരുന്നുണ്ട്. കൃഷ്ണകൃപാസാഗരം ആ പാട്ട് വരുന്നുണ്ട്. സംഗീതമേ വരുന്നുണ്ട്. ദീനദയാലോ രാമജയ ആ പാട്ട് വരുന്നുണ്ട്. പിന്നെ ജാനകി ജാനേ വരുന്നുണ്ട്. പിന്നെ ഗോപാലക പാഹി മാം അനീശം അത് വരുന്നുണ്ട്. പ്രമദവനം വീണ്ടും ആ പാട്ട് വരുന്നുണ്ട്. പിന്നെ അമ്പിളിക്കല ചൂടും അത് വരുന്നുണ്ട്. പിന്നെ ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം ഇങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടോ. പിന്നെ അറിവിൻ നിലാവേ അത് വരുന്നുണ്ട്. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വര നാമം ശിവദം ശിവനാമം ആ പാട്ട് വരുന്നുണ്ട്. ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും അത് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് പാട്ടുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഏതൊക്കെ പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണ് എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യണം. എല്ലാ റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുക്കുക കേട്ടോ. നന്നായിട്ട് പാടുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ശരി.